ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ഗേൾസ് ഓൺലി ട്രിപ്പാണ്. നാട്ടിൽ പോകുമ്പോൾ എപ്പോൾ വിചാരിക്കും കോയമ്പത്തൂർ പോകണമെന്ന്, പക്ഷെ ഒരിക്കലും സാധിക്കാറില്ല. എന്തായാലും അറ്റ് ലാസ്റ്റ് ഞങ്ങളുടെ പ്ലാൻ സക്സസ് ആയി. ഇത് പെട്ടെന്നുണ്ടാക്കിയ ഒരു പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രെയിൻ ഞങ്ങൾക്ക് മിസ്സായി. അടുത്ത ട്രെയിനിലാണ് ഞങ്ങൾ വന്നത്. ആ ട്രെയിനിന് വേണ്ടിയിട്ട് ഞങ്ങൾ 3 hours റെയിൽവേ സ്റ്റേഷനിലിരുന്നു. അങ്ങനെ ഞാനും ചേച്ചിയും മക്കളും കൂടെ കോയമ്പത്തൂരേക്കുള്ള യാത്ര തുടങ്ങി. അങ്ങനെ കുറേ മണിക്കൂറുകൾക്കുള്ള യാത്രകൾക്ക് ശേഷം ഞങ്ങൾ കോയമ്പത്തൂരെത്തി. അവിടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേച്ചിയുടെ മോന് അവിടെ എയർപോർട്ട് അതോറിറ്റിയിൽ വർക്ക് ചെയ്യാണ്. അവൻ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൻ്റെ വീട്ടിൽ പോയി. അവിടെ അവനും വൈഫും മോളും കൂടെയാണ് താമസിക്കുന്നത്. അങ്ങനെ കുറേ, എനിക്ക് തോന്നുന്നു ഒരു 10-11 മണിയായി ഞങ്ങൾ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അവിടെ എത്തി ഞങ്ങളൊന്ന് ഫ്രഷായി. ഡിന്നറൊക്കെ ശില്പ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ കുറച്ച് വർത്തമാനം പറഞ്ഞ് അവിടെ ഇരുന്നു. മോളാണെങ്കിൽ ഞങ്ങളെല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ വരുന്നില്ലായിരുന്നു. പിന്നെ കുറച്ചിങ്ങനെ സാവധാനം ഇങ്ങനെ ചെറുങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് സാവധാനമാണ് എഴുന്നേറ്റത്. എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ അവിടെ നിന്ന് കുറേ വർത്താനമൊക്കെ പറഞ്ഞ് മെല്ലെ പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും ചേച്ചിയും മക്കളും കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇവിടെയുള്ള മാർക്കറ്റിൽ ഒന്ന് കറങ്ങണം. ഇവിടെ എന്താ പറയുക, കോയമ്പത്തൂർ വന്നതാണല്ലോ, അപ്പോൾ ഒന്ന് സാരി വാങ്ങാതെ തിരിച്ചു പോകുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണല്ലോ. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഗാന്ധിപുരത്തുള്ള ക്രോസ് കട്ട് റോഡിലുള്ള സ്ട്രീറ്റിലാണ്. ഇതാണ് ഇവിടെയുള്ള മെയിൻ ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെന്താ ഉറങ്ങാത്ത ഷോപ്പിംഗ് സ്ട്രീറ്റ് എന്നും കൂടെ ഇതിന് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സായാലും ജ്വല്ലറികളായാലും അങ്ങനെ എല്ലാത്തിനും എന്താ പറയുക, എല്ലാം ഒരു കുടക്കീഴിൽ നിന്ന് പറയില്ലേ, അതേമാതിരിയാണ് കേട്ടോ ഇവിടെ. അപ്പോൾ ഇവിടെ എല്ലാ പോത്തീസ്, ചെന്നൈ സിൽക്ക്, അങ്ങനെ എല്ലാ ഇവിടെയുള്ള ഫേമസ് ആയിട്ടുള്ള എല്ലാ ടെക്സ്റ്റൈൽ ഷോറൂമുകളും ഇവിടെ ഉണ്ട്. ഈ സ്ട്രീറ്റിലൂടെ നടക്കാൻ നല്ല രസമാണ്. നമുക്ക് നല്ലൊരു മുല്ലപ്പൂവിൻ്റെ ഗന്ധം നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഈ സ്ട്രീറ്റിൽ അവിടെയായിട്ട് തൊട്ട് നമുക്ക് ഈ പൂക്കച്ചവടക്കാരെ കാണാൻ പറ്റും. പിന്നെ മിക്കവാറും ആളുകളും തലയിൽ മുല്ലപ്പൂ ചൂടിയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒരു പ്രത്യേക സുഗന്ധമാണ് ഈ ഒരു സ്ട്രീറ്റിലൂടെ നടക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തി. എയർപോർട്ട് അതോറിറ്റീൻ്റെ റെസിഡൻഷ്യൽ കോളനിയിലാണ് ഇവർ താമസിക്കുന്നത്. അതുകൊണ്ട് 26th ജനുവരി ആയതുകൊണ്ട് അവിടെയുള്ള റെസിഡൻസിൻ്റെ ഒക്കെ കൾച്ചറൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ശില്പയുടെയും ടീമിൻ്റെയും ഡാൻസും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആസാമിലുള്ള ഞങ്ങളുടെ ആ ഒരു കോളനി ലൈഫായിരുന്നു. ശരിക്കും അതൊരു ഒരു പ്രത്യേക അനുഭവം തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു വിഷമം നമുക്കുണ്ടാവില്ല. കാരണം ചുറ്റും ആളുകൾ, നമുക്കറിയുന്ന ആളുകളാണ്. കുട്ടിയൊക്കെയായാലും നിറയെ ഫ്രണ്ട്സാണ്. ശരിക്കും ആ ഒരു കോളനി ലൈഫ് ഞാൻ ഇപ്പം നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഡൽഹിയിൽ നിന്ന് വന്നതിന് ശേഷം ആ ഒരു ലൈഫേ അല്ല. പിന്നെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് തന്നെ ആ ഒരു കോളനി ലൈഫിലായിരുന്നു. കാരണം ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലുള്ള ആൾക്കാരും നമുക്ക് അവിടെ ഉണ്ടാവും. പിന്നെ എല്ലാ ഫെസ്റ്റിവലും നമ്മൾ അവിടെ സെലിബ്രേറ്റ് ചെയ്യും. അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻ്റെ ലൈഫിലുള്ള ഏറ്റവും നല്ലൊരു കാലമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നെ ഇതാ ഒരാൾ ഫുൾ കളിയായിരുന്നു. ഇപ്പം ഞങ്ങളുമായിട്ട് സെറ്റായി. അപ്പോൾ ഫുള്ള് പാട്ടും ഡാൻസും ഒക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച്. ഈ പെയിൻറ്റിങ്സൊക്കെ ശില്പ വരച്ചതാണ് കേട്ടോ. അവളൊരു ആർട്ടിസ്റ്റും ഡാൻസറും പിന്നെ ആർക്കിടെക്റ്റും കൂടെയാണ് കേട്ടോ. അപ്പം എന്താ പറയുക, കുറേ കഴിവുകളുണ്ട് അവൾക്ക്. അപ്പോൾ അവൾ വരച്ച പെയിൻറ്റിങ്സാണ് ഇതൊക്കെ. അങ്ങനെ കുറേ കാലം ഞങ്ങൾ പ്ലാൻ ചെയ്ത ആ ഒരു ട്രിപ്പ് എന്തായാലും ഇപ്പം നടന്നു. പക്ഷെ ഒരു ഷോർട്ട് ട്രിപ്പായി പോയി. ഇനി അടുത്ത പ്രാവശ്യം നോക്കാം, കുറച്ച് ലോങ് ട്രിപ്പാക്കാൻ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കോയമ്പത്തൂരിലെ ട്രിപ്പിൻ്റെ കാഴ്ചകൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.